ഇമാമും മഅ്മൂമും സലാം വീട്ടിക്കഴിഞ്ഞ ശേഷം ചില ആളുകൾ സ്വഫിൽ നിന്നും മുന്നിലേക്ക് കയറിയിരിക്കുന്നുണ്ടാകും, വേറെ ചിലർ ഇറങ്ങിയിരിക്കുന്നുണ്ടാകും, ഇനിയും ചിലർ തൂണിലേക്ക് ചാരാൻ പോയിട്ടുണ്ടാകും, ചുമരിലേക്ക് ചാരാൻ പോകുന്നവരും ഉണ്ടാകും, അവിടെ നിന്ന് എഴുന്നേറ്റ് മാറിയിരുന്നവരും ഉണ്ടാകും. വാസ്തവത്തിൽ വലിയൊരു പുണ്യമാണ് ഇവർ നഷ്ടപ്പെടുത്തുന്നത്. ഇമാം ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരാൾ നിസ്കരിച്ച സ്ഥലത്തു തന്നെ ഇരുന്നു കൊണ്ട് ദിക്റുകൾ ചൊല്ലി ദുആക്കെ നടത്തി അവിടെ തന്നെ ഇരുന്നു കൊണ്ടിരുന്നാൽ അവൻ അവിടെ നിന്ന് മാറിയിരിക്കുന്നത് വരെ അള്ളാഹുവിൻ്റെ മലക്കുകൾ അവന് വേണ്ടി അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അള്ളാഹുവേ ഇദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ, ഇദ്ദേഹത്തോട് കരുണ കാണിക്കണേ എന്നിങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കും. ആ പുണ്യം നഷ്ടപ്പെടുന്നത് നിസ്കരിച്ച സ്ഥലത്ത് നിന്ന് മാറിയിരിക്കുമ്പോഴാണ്. അതിനാൽ സ്വഫ് വിട്ട് മുന്നിലേക്കും പോകരുത്, സ്വഫ് വിട്ട് താഴോട്ട് ഇറങ്ങിയിരിക്കരുത്, തൂണിലേക്കും ചുമരിലേക്കും ചാരിയിരിക്കാൻ വേണ്ടി പോകരുത്. നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കുക, അവിടെ നിന്ന് ദിക്റുകൾ ചൊല്ലുക. അപ്പോഴാണ് ഈ പുണ്യം കരസ്ഥമാവുക. പിന്നെ മറ്റൊരു സന്ദർഭത്തിലും ആ പുണ്യം നഷ്ടപ്പെട്ടു പോകും. അതേപോലെ ഇരുന്ന് നിസ്കരിച്ച് കഴിഞ്ഞ സ്ഥലത്ത് തന്നെ ഇരുന്ന് ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കെ ആ ഇരിക്കുന്ന ഇരിപ്പിൽ വുളൂ നഷ്ടപ്പെട്ടു പോയാൽ ആ മലക്കുകളുടെ പ്രാർത്ഥന നിൽക്കുമെന്ന് ഹദീസുകളിൽ കാണാം. അതിനാൽ നാം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വലിയൊരു പുണ്യമാണ് ശ്രദ്ധ കുറവ് കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്.